നമ്മുടെ നാട്ടിലെ കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും വയനാട്ടിൽ നാട്ടിൻപുറങ്ങളിലാകെയും ഇതുപോലെ ജനകീയ പ്രതിഷേധം ഇന്ന് ഉയർന്നു വരികയാണ്. അതിൻ്റെ ഇപ്പോഴത്തെ കാരണങ്ങളെ സംബന്ധിച്ച് സംക്ഷിപ്തമായാണെങ്കിലും ഇവിടെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. സാധാരണ നിലയിൽ മനുഷ്യർക്ക് ചിന്തിക്കാനാവാത്ത അനീതിയാണ്, കൊടും ക്രൂരതയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ കുറച്ചു കാലമായി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ മാധ്യമ പ്രവർത്തനത്തിന് മഹത്തായ സംഭാവനകൾ അർപ്പിച്ച പ്രൗഢമായ ഒരു ഭൂതകാലം നമുക്കുണ്ട്. എന്നും അഭിമാനത്തോടെ ഓർമ്മിക്കാൻ കഴിയുന്ന മാധ്യമ പ്രവർത്തനത്തിന് കേരളം നൽകിയ തനതായ സംഭാവനകൾ. സ്വദേശാഭിമാനിയുടെ നാടാണ്. വക്കം മൗലവിയെ പോലെയുള്ളവർ മാധ്യമ പ്രവർത്തനത്തെ സാമൂഹ്യ പരിഷ്കരണത്തിനു വേണ്ടി വികസിപ്പിച്ചെടുത്ത ഒരു നാട്. പറവൂർ കേശവരാശാൻ സുജനാനന്ദിനി എന്ന തന്റെ ചരിത്രത്തിൽ ഇടം പിടിച്ച പ്രസിദ്ധീകരണം പത്രം ആരംഭിച്ചത് നമ്മുടെ തൊട്ടടുത്ത് കൊല്ലത്താണ്. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിന്റെ നേതൃത്വത്തിൽ ദേശീയ പ്രസ്ഥാനത്തിന് കരുത്തു പകർന്ന് അൽ അമീൻ പ്രസിദ്ധീകരണം ആരംഭിച്ചത് കോഴിക്കോട്ടായിരുന്നു. ഞാൻ ആ വിശദമായ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. മാധ്യമ പ്രവർത്തനം എന്നത് ധീരതയുടെ, സത്യസന്ധതയുടെ, ജനതയുടെ ഐക്യബോധത്തിന്റെ ഒക്കെ വിളംബരമായി വികസിപ്പിച്ചെടുത്ത മഹത്തായ ഒരു ചരിത്രം നമുക്കുണ്ട്, മലയാളിക്കുണ്ട്. എന്നാൽ കുറച്ചു കാലമായി നാം കേൾക്കുന്നതും കാണുന്നതും എന്താ? മനുഷ്യരിങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് സംശയിക്കും വിധമുള്ള സമാനതകളില്ലാത്ത അനീതി മാധ്യമങ്ങളിൽ നിന്നുണ്ടാവും. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നതാണ്? അന്ധമായ CPIM വിരോധം, കമ്മ്യൂണിസ്റ്റ് വിരോധം. ആ കമ്മ്യൂണിസ്റ്റ് വിരോധം സ്വാഭാവികമായും CPIM നയിക്കുന്ന കേരളത്തിലെ ഗവൺമെന്റിനെതിരായ വിരോധമായി മാറും എന്ന് നമുക്ക് ഊഹിക്കാം. പ്രത്യേകിച്ചും തുടർഭരണം യാഥാർത്ഥ്യമായ ഒരു ഘട്ടത്തിൽ. എന്നാൽ CPIM-നോടും LDF ഗവൺമെന്റിനോടുമുള്ള വിരോധം കേരളത്തോടും മലയാളികളോടുമുള്ള പകയായി മാറുന്നത് എങ്ങനെ? അതാണ് ഇപ്പോൾ നാം അനുഭവിക്കുന്നത്. പാർട്ടിയോടുള്ള വിരോധം ഗവൺമെന്റിനോടും, അതും കഴിഞ്ഞ് കേരളീയ സമൂഹത്തോടാകെയുള്ള പകയായി മാറുന്നു. കേരളത്തിന് ഒരു നേട്ടമുണ്ടായാൽ, കേരളത്തിനൊരു വിജയമുണ്ടായാൽ, ദേശാതിർത്തികൾക്കപ്പുറത്ത് കേരളത്തിനൊരു അംഗീകാരമുണ്ടായാൽ അതിൽ മനോവിഷമം, ആ വാർത്ത മൂടി വയ്ക്കുക. കേരളത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ ക്ഷീണമുണ്ടായാലോ അതിൽ മതിമറന്ന് ആഘോഷിക്കുക. ഇപ്പൊ കുറച്ച് സമീപകാല ദുരന്താനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അധ്യക്ഷ പ്രസംഗത്തിൽ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. ആ ദുരന്തങ്ങൾ ഉണ്ടായപ്പോ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഉള്ളിൽ ആഹ്ലാദിച്ചുവോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റപ്പെടുത്താനാവില്ല. കേരളം ഏത് വിധേനയും തുലഞ്ഞു പോകണം എന്ന ആഗ്രഹം ഒരു വിഭാഗം മാധ്യമങ്ങളെ ബാധിച്ചിരിക്കുകയാണ്. ഓഖിയെ കുറിച്ച് ഇവിടെ പറഞ്ഞു. ആ ദുരന്തത്തിന്റെ പേരിൽ കേരളത്തിലെ ഗവൺമെന്റിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ പറ്റുമോ എന്ന് മാധ്യമങ്ങൾ ശ്രമിച്ചു നോക്കി. എന്തായിരുന്നു പ്രചരണം? കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടും മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചില്ല. ആ പ്രചരണത്തിന് ഏറ്റവും ആദ്യം നേതൃത്വം നൽകിയത് മനോരമയായിരുന്നു. അത് മറ്റു മാധ്യമങ്ങളും ഏറ്റുപിടിച്ചു. കുറച്ചുനാൾ ഇടതുപക്ഷ വിരുദ്ധ പ്രചാരവേലയുടെ മുഖം അതായിരുന്നു. എന്നാൽ പിന്നീട് ഇന്ത്യൻ പാർലമെന്റിൽ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന് തന്നെ വീഴ്ച പറ്റിയത് IMD-ക്കാണ്, കേന്ദ്രത്തിനാണ്. കൃത്യസമയത്ത് നിയമാനുസൃതമുള്ള മുന്നറിയിപ്പ് നൽകാൻ സാധിച്ചില്ല എന്ന കാര്യം സമ്മതിക്കേണ്ടി വന്നു.